നോക്കിയാലും ഇപ്പോൾ SIR വിഷയമാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടിട്ട് കൂടുതൽ കാര്യങ്ങൾ നേതാക്കൾ സംസാരിക്കും എന്നുള്ളതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അതുകൂടാതെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായ നബി വട്ടപ്പറമ്പിന് വേറെ പരിപാടി സംബന്ധിക്കേണ്ടതുള്ളതുകൊണ്ടും ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് AK നാസർ മാസ്റ്ററെ ആദരപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ മണ്ഡലം നമസ്കാരം. ബഹുമാനപ്പെട്ട സദസ്സിലിരിക്കുന്ന പെരിന്തൽമണ്ണ മുസ്ലിം ലീഗ് പ്രസിഡന്റ്, അതുപോലെ താഴക്കോട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, നേതാക്കന്മാർ, മുഖ്യാതിഥിയായ മുഖ്യപ്രഭാഷകൻ നബീൽ, അതുപോലെ എനിക്ക് മുമ്പിൽ ചേർപ്പിക്കുന്ന സുഹൃത്ത് സക്കീർ, ബഹുമാനപ്പെട്ട എല്ലാവർക്കും നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് ഏകദേശം ഇന്ന് 6-ാം തീയതിയാണ്. 11-ാം തീയതി തന്നെ പോളിംഗിലേക്ക് പോകുമ്പോൾ നമ്മൾ ഒരു 5 വർഷം മുൻപ് ബാക്കിലൂടെ എങ്ങനെയായിരുന്നു നമ്മുടെ പഞ്ചായത്തിൻ്റെ അവസ്ഥ, ഒരു 10 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു കേരള സർക്കാരിൻ്റെ അവസ്ഥ എന്നതൊന്ന് തിരിഞ്ഞു നോക്കുന്നത് നല്ലതായിരിക്കും. ഒട്ടുമിക്ക മേഖലയും എന്ന് പറഞ്ഞാൽ ഒരു വീടുണ്ടാക്കണമെങ്കിൽ അതിന് അപ്ലൈ ചെയ്യണമെങ്കിൽ 300 രൂപ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 4300 രൂപയാണ്. 300-400 കറണ്ട് ബില്ലുണ്ടായിരുന്ന ഏകദേശം 10 വർഷം ബാക്കിൽ നോക്കിയാണ്. ഇന്ന് നമ്മൾ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതിനാണ്, സോഷ്യൽ മീഡിയ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഈ KCBൻ്റെ സൈറ്റിൽ കയറിയിട്ട് 10 വർഷം മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാർ തന്നിരുന്നു. പച്ചയായ ഒരു മനുഷ്യനുണ്ടായിരുന്നു, നല്ലൊരു നേതാവ് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി. ഏത് കുട്ടികൾക്കും ഏത് ആൾക്കാർക്കും എപ്പോഴും കയറി ചെന്ന് സംസാരിക്കാനും പറ്റുന്ന ഒരു ലീഡർ കേരളം ഭരിച്ചിരുന്നു. നമ്മളെല്ലാവരും വോട്ടിൻ്റെ പിഞ്ചു കുട്ടികൾക്ക് പോലും അറിയാമായിരുന്നു. ഉമ്മൻചാണ്ടി എന്ന് വിളിയേക്കുമ്പോൾ അദ്ദേഹം അടുത്തേക്ക് ചെന്നിട്ട് എന്താ കുട്ടിയുടെ ആവശ്യം എന്ന് ചോദിച്ചത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമുക്ക്. അതേ സ്ഥാനത്ത് ഇന്ന് കാണുന്ന മുഖ്യമന്ത്രി വീട്ടിലെ കുടുംബത്തിന് മാത്രം വേണ്ടി ഭരിക്കുന്ന കാശുകൾ ഉണ്ടാക്കി അഴിമതി കാട്ടിക്കൂട്ടുന്ന ഒരു സർക്കാരായി മാറിയിരിക്കുകയാണ്. നമുക്ക് ഒറ്റയായിട്ട് നോക്കിയാൽ KCBൻ്റെ ഇതിൻ്റെ നമ്പറുണ്ട്. ആ നമ്പറിൽ അടിച്ചു നോക്കിയാൽ 10 വർഷം മുമ്പ് എങ്ങനെ ഇതായിരുന്നു ഇതിൻ്റെ ബില്ല്. നമ്മൾ KCBയിൽ അടയ്ക്കുന്നതിന് ബില്ല് 11,264 ബില്ല്, ഏകദേശം ഒരു 1000 റുപ്യ, 800 റുപ്യ, 600 റുപ്യ, 1200 റുപ്യ ആയിരുന്നു. അതേ സ്ഥാനത്ത് ഇപ്പോൾ വന്ന് 15,000 റുപ്യൊക്കെയാണ് ബില്ല് അടക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഈ സർക്കാരിൻ്റെ മാറ്റങ്ങൾ തന്നെയാണ് ഇരുന്നത്. പിന്നെ പഞ്ചായത്തിൻ്റെ അവസ്ഥകൾ നോക്കിയാണെങ്കിലും തിരിഞ്ഞു നോക്കുകയാണെങ്കിലും ഒട്ടുമിക്ക എത്ര ദിവസങ്ങളായി നമ്മുടെ ഈ കണ്ടപ്പാടി റോഡിൻ്റെ കുറച്ച് അപ്പുറത്തേക്കുള്ള അവസ്ഥ വളരെ ശോചനീയമായ രീതിയിൽ തന്നെയാണ്. ആ വെള്ളം കെട്ടി നിന്നിട്ടും ചളിയാണെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങളാണെങ്കിലും നമ്മൾ ഈ മുമ്പിൽ കാണുന്ന കോൺക്രീറ്റ് ചെയ്ത റോഡിന് തന്നെ ഞങ്ങളെല്ലാവരും പാടെ ഒരു പെറ്റീഷൻ കൊടുത്തു. ഏകദേശം 18-19 പേര് പെറ്റീഷൻ കൊടുത്തു. പഞ്ചായത്ത് ഈ റോഡ് ശോചനീയാവസ്ഥ പരിഹരിക്കാൻ റെഡി അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാട്ടുകാർ മുന്നിട്ട് ഇറങ്ങിയിട്ട് ഇത് ക്ലിയർ ആക്കുന്നതാണെന്ന് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഇതടക്കം വന്നത്, കോൺക്രീറ്റ് അടക്കം വന്നത്. ഏകദേശം ഒരു 2 വർഷം മുമ്പത്തെ കാര്യം പറയുന്നത്. ഒട്ടുമിക്ക എല്ലാ മേഖലയിലും അനാസ്ഥയാണ്, ഒരു മാറ്റവുമില്ല, ഒരു ഗുണവുമില്ല. ഈ ഭരണസമിതിയെ നമുക്ക് ഈ സമയം തന്നെ തൂത്തെറിയേണ്ട സമയം അടുത്തിരിക്കുകയാണ്. ഒരുപാട് സംസാരിക്കാണ്ട് എനിക്ക് അതിൽ സംസാരിക്കുന്ന രാഷ്ട്രീയപരമായിട്ട് മറ്റുള്ള കാര്യങ്ങൾക്കും ഇടപെട്ട് സംസാരിക്കാൻ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുഖ്യ പ്രകാശനായ നബീലിനെ ഞാൻ ഈ സദസ്സിലേക്ക് വിളിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്. സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട നേതാക്കന്മാരെ, പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, ഈ വരുന്ന 11-ാം തീയതി വ്യാഴാഴ്ച നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. ആമുഖമായി കൊണ്ട് പറയാനുള്ളത് 3 വോട്ടാണ് നമുക്ക് ഉണ്ടാവുക. പോളിംഗ് ബൂത്തിൽ നിങ്ങൾ പോകുമ്പോൾ ഒരുപാട് വോട്ട് ചെയ്തവരാണെങ്കിലും നമ്മളിതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇലക്ഷനുകൾ മാറി വരുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. 3 വോട്ട് ഉണ്ടാവും, 3 മെഷീൻ ഉണ്ടാവും. ഒന്ന് വെള്ള, പിന്നൊന്ന് പിങ്ക്, പിന്നൊന്ന് നീല. ഗ്രാമപഞ്ചായത്തിലേക്ക് ഒരു മെഷീൻ, ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്ക്, 3ലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് നൽകി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് നമ്മളിങ്ങനെ ഒരു കുടുംബ യോഗം നടത്തുന്നത്. എന്തിനാണ് എന്നൊക്കെ വിശദമായി സംസാരിക്കാൻ നമ്മുടെ ഒരുപാട് നേതാക്കന്മാർ നമ്മുടെ വേദിയിലുണ്ട്. കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ ഒരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മുടെ നാടിന്റെ ചർച്ചകളൊക്കെ വളരെ നിസാരമായ കാര്യങ്ങളിൽ ഒതുങ്ങും. നമ്മുടെ സ്ഥാനാർത്ഥികളെ കുടുംബത്തിലെ കല്യാണത്തിന് നമ്മളെ വിളിച്ചോ, നമ്മുടെ സ്ഥാനാർത്ഥി നമ്മളെ കാണുമ്പോൾ ചിരിച്ചോ, നമ്മുടെ സ്ഥാനാർത്ഥി എങ്ങനെയാണ്, നാടേതാണ്, കെട്ടിച്ചത് എവിടുക്കാണ്, ഈ രീതിയിൽ വളരെ പരിമിതമായ നിസാരമായ കാര്യങ്ങളെല്ലാം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ ചർച്ചക്കെടുക്കും. അവിടെ കുടുംബപ്പേര് പലപ്പോഴും ചർച്ചാ വിഷയമാണ്, പ്രായം പലപ്പോഴും ചർച്ചാ വിഷയമാണ്, സൗന്ദര്യം പലപ്പോഴും ചർച്ചാ വിഷയമാണ്,
പലതരത്തിലുള്ള മാനദണ്ഡങ്ങളൊക്കെ വെച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള അനാവശ്യമായ ചർച്ചകൾ നമ്മുടെ നാട്ടിലുണ്ടാകും. ഐക്യ ജനാധിപത്യ മുന്നണി പറയാൻ ആഗ്രഹിക്കുന്നത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് കേവലം വ്യക്തിപരമല്ല എന്നാണ്. ഈ തെരഞ്ഞെടുപ്പുകൾ കേവലം വ്യക്തിപരമല്ല, മറിച്ച് രാഷ്ട്രീയമാണ്. ഏതൊരു തെരഞ്ഞെടുപ്പും രാഷ്ട്രീയമാണ്. നമ്മുടെ വോട്ട് എന്ന് പറയുന്നത് നിസ്സാരമല്ല. നേരത്തെ സ്വാഗത ഭാഷണത്തിലും അധ്യക്ഷണ ഭാഷണത്തിലും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ചെയ്യുന്ന 11-ാം തീയതി വ്യാഴാഴ്ച നമ്മൾ ചെയ്യുന്ന വോട്ട് ഒന്ന് മാറിപ്പോയാൽ അത് തിരുത്താൻ പിന്നെ 5 കൊല്ലം കാത്തിരിക്കണം കൂട്ടരെ. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, നമ്മളുടെ ഒരു അശ്രദ്ധ കൊണ്ട്, നമ്മളുടെ ഏതെങ്കിലും ഒരു ചെറിയ സമയത്തെ ശ്രദ്ധക്കുറവ് കൊണ്ട്, പാളിച്ച കൊണ്ട് നമുക്കൊരു തിരിച്ചടി വന്നാൽ അത് തിരുത്താൻ പിന്നെ 5 കൊല്ലം കാത്തിരിക്കണം. അതാണ് ജനാധിപത്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ഓർക്കണം. എന്താണ് നമ്മൾ ചില കാര്യങ്ങൾ ഓർക്കേണ്ടത്? നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷം താഴേക്കോട് പഞ്ചായത്ത് ഭരിച്ച ഭരണസമിതി LDFന്റെ ഭരണസമിതിയാണ്. നിങ്ങളുടെ വാർഡിലും LDFന്റെ മെമ്പറായിരുന്നു ഉണ്ടായിരുന്നത്. 2020 ഡിസംബർ മാസത്തിൽ, ഇതുപോലൊരു ഡിസംബർ മാസത്തിലാണ് അന്നും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നത്തെ സാഹചര്യത്തിൽ കോവിഡിന്റെ കാലമാണ്. നമ്മളൊക്കെ മുഖത്ത് മാസ്ക് ഇട്ട് സാനിറ്റൈസർ ഒക്കെ പുരട്ടി സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ടാ അന്ന് വോട്ട് ചെയ്യാൻ പോയത്. പലരും PPE കിറ്റ് ഇട്ടിട്ടാ അന്ന് വോട്ട് ചെയ്യാൻ വന്നത്. ആ ഇലക്ഷൻ പ്രചരണത്തിന്റെ കാലത്ത് ഇതായിരിക്കുന്ന നാസർ മാഷ് അന്ന് താഴേക്കോട് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്നു. എന്നെ പോലെയുള്ള പ്രസംഗിക്കാൻ പോകുന്ന ആളുകൾക്ക് ഒരു ലിസ്റ്റ് തന്നിരുന്നു. നാസർ മാഷ് പറഞ്ഞിരുന്നു, പോയിട്ട് കുടുംബയോഗങ്ങളിൽ പറയണം, ഒരാളെയും തെറി പറയരുത്, ഒരാളെയും പഴി പറയരുത്. പകരം നമ്മൾ ചെയ്ത കാര്യങ്ങൾ എണ്ണി നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കണം. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നാസർ മാഷി എഴുതി തന്നിരുന്ന ലിസ്റ്റിൽ ഒന്നാമത്തത് 798 കോൺക്രീറ്റ് റോഡുകൾ എന്നായിരുന്നു. ഒരു ഭരണസമിതി UDF ഭരിച്ചിരുന്ന കാലത്ത് 800-നടുത്ത് റോഡുകൾ ഉണ്ടാക്കി എന്ന അഭിമാനത്തോടുകൂടി അന്ന് നമ്മൾ നാട്ടിൽ പറഞ്ഞു, നമ്മൾ പ്രസംഗിച്ചു, കുടുംബയോഗങ്ങളിൽ ജനങ്ങളെ ഉണർത്തി. നമ്മൾ പറഞ്ഞു, എണ്ണിയാൽ ഒടുങ്ങാത്ത അംഗനവാടി കെട്ടിടങ്ങൾ, മാസ്റ്ററിന്റെ കറക്റ്റ് കണക്കറിയാം, ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. സ്ട്രീറ്റ് ലൈറ്റുകൾ, ഹൈമാസ് ലൈറ്റുകൾ, ഇങ്ങനെ വികസന വിദ്യാർത്ഥികൾക്കായിട്ടുള്ള പദ്ധതികൾ, ആരോഗ്യ മേഖലക്കുള്ള പദ്ധതികൾ, ഇങ്ങനെ വികസനം പറഞ്ഞുകൊണ്ട് നമ്മൾ വോട്ട് ചോദിച്ചു. പക്ഷേ എതിർ കക്ഷികളോ നമ്മളെ എതിരാളികൾ വോട്ട് ചോദിച്ചത് വികസനം പറഞ്ഞിട്ടല്ല, അവര് രാഷ്ട്രീയം പറഞ്ഞില്ല, തെരഞ്ഞെടുപ്പിനെ വ്യക്തിപരമായ രീതിയിലേക്ക് കൊണ്ടുപോയി. അതിന് എന്താണ് നമ്മൾ അനുഭവിക്കേണ്ടി വന്നത്? 5 വർഷം താഴേക്കോട് പഞ്ചായത്ത് ഇടതുപക്ഷം ഭരിച്ചു. നമ്മൾ നുണപ്രചരണങ്ങളിൽ വീണുപോയി, കള്ളപ്രചരണങ്ങളിൽ നമ്മൾ വീണുപോയി. അതിന്റെ ഭാഗമായി വാർഡ് നമുക്ക് നഷ്ടമായി, പഞ്ചായത്ത് നമുക്ക് നഷ്ടമായി. നഷ്ടം സഹിക്കേണ്ടി വന്നത് പണ്ടത്തെ ഈ 17-ാം വാർഡ്, ഇന്നത്തെ 20-ാം വാർഡ് മാത്രമല്ലല്ലോ, ഒരു പഞ്ചായത്ത് മുഴുവൻ അതിന്റെ കുറ്റഭാരം, പാപഭാരം ഏറ്റെടുക്കേണ്ടി വന്നു. 5 വർഷമായി. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ താഴേക്കോട് പഞ്ചായത്തിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ ഒന്ന് കടന്നുപോയാൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണ് ഈ പഞ്ചായത്ത് ഭരണസമിതിയുടെ സംഭാവന എന്ന് പറയുന്നത്. 150-ലധികം റോഡുകളാണ് താഴേക്കോട് പഞ്ചായത്തിനകത്ത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. എത്ര ലൈറ്റുകളാണ് പ്രവർത്തനക്ഷമമായിട്ടുള്ളത്? മിഴിയടഞ്ഞു പോയിട്ടുള്ള സ്ട്രീറ്റ് ലൈറ്റുകളാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ സംഭാവന എന്ന് പറയുന്നത്. ഞാൻ MSF-കാരനാണ്, ഞാനൊരു വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധിയാണ്. വളരെ വിനയത്തോടു കൂടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ഈ നാട്ടിലെ, ഈ പഞ്ചായത്തിലെ, സുന്ദരമായ നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഭരണസമിതി എന്ത് ചെയ്തു? ആരോഗ്യ മേഖലയിൽ എന്ത് ചെയ്തു എന്നൊക്കെ ചോദിക്കാൻ വളരെ വിനയത്തോടു കൂടി ആഗ്രഹിക്കാൻ. അതാ ഞാൻ പറഞ്ഞത്, വോട്ടെടുപ്പിൽ നമ്മൾ താൽക്കാലികമായിട്ടുള്ള വൈകാരികമായ വികാര പ്രകടനങ്ങൾ നടത്തിയിട്ട് കാര്യമല്ല. ഇത് രാഷ്ട്രീയമാണ്. ഇത് 5 കൊല്ലത്തെ നമ്മുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന രാഷ്ട്രീയമാണ്. അതുകൊണ്ട് ചിന്തിക്കണം. നമുക്കറിയാലോ, ഇതുപോലെ ഓരോ തെരഞ്ഞെടുപ്പ് വേളയിലും UDF രാഷ്ട്രീയം പറയും. കാരണം UDF-നെ സംബന്ധിച്ചിടത്തോളം ലീഗിനെയും കോൺഗ്രസിന്റെ മുന്നോട്ട് പോക്കിൽ ആശങ്കയുണ്ട്, നാടിന്റെ മുന്നോട്ട് പോക്കിൽ നമുക്ക് ആശങ്കയുണ്ട്. ഇന്ത്യ രാജ്യത്തിലെ ജനാധിപത്യത്തിന്റെ ധ്വംസനത്തെ കുറിച്ച് നമുക്ക് ആശങ്കയുണ്ട്. മതേതരത്വത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് UDF-ന് ആശങ്കയുണ്ട്. എന്താ കാരണം എന്നറിയോ? നമ്മൾ എന്നും അഭിമാനത്തോടു കൂടി പറയാറുണ്ട് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ കുറിച്ച്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഉമ്മ,
നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. തലയിൽ തട്ടമിട്ടവർ, തലയിൽ തട്ടമിടാത്തവർ, അല്ലെ? ഇതിനൊക്കെ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാ നിങ്ങൾ അറിയോ, നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ബി ജെ പി ഭരിക്കുന്ന കാലത്ത് ഒരു നിയമം കൊണ്ടുവന്നു. കർണാടകയിലെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഹിജാബ് ധരിക്കാൻ പാടില്ലത്രേ, തലമറക്കാൻ പാടില്ലത്രേ. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഭരണഘടന തരുന്ന സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കുന്ന ഒരു സർക്കാർ കർണാടകയിൽ അന്നുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ബിരിയാണി കഴിച്ചവരുണ്ടാവും, നിങ്ങളെ കൂട്ടത്തിൽ ഇന്ന് വെറുംചോറ് തിന്നവരുണ്ടാവും, നെയ്ച്ചോറ് കഴിച്ചവരുണ്ടാവും, പൊറാട്ട തിന്നവരുണ്ടാവും. നമ്മൾ എന്ത് കഴിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. ചിക്കൻ കഴിക്കണോ, മട്ടൻ കഴിക്കണോ, മീൻ കഴിക്കണോ, ബീഫ് കഴിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾക്കറിയോ, ഇതുപോലെ ഒരു വീട്ടുമുറ്റത്തിന്റെ സിറ്റ് ഔട്ടിൽ മുഹമ്മദ് അഹ്ലാഖ് എന്ന് പറയുന്ന ഒരു വയസ്സനുണ്ടായിരുന്നു. ആ മുഹമ്മദ് അഹ്ലാഖ് വീടിന്റെ സിറ്റ് ഔട്ടിലിരിക്കുമ്പോ ഒരു കൂട്ടം ആളുകൾ വീട്ടിലേക്ക് അങ്ങ് ഇരമ്പി കയറുകയാണ്. അടുക്കളയിൽ കയറി ഫ്രിഡ്ജ് വലിച്ചു തുറന്നിട്ട് ഒരു ഇറച്ചിയുടെ പൊതി എടുത്തിട്ട് പറയാണ്, ഇത് ബീഫല്ലേ എന്ന് ചോദിക്കാണ്. ആ വീട്ടിലത്തെ സ്ത്രീകൾ പറഞ്ഞു, ഇത് ബീഫല്ല, ഇത് മട്ടനാണെന്ന്. പക്ഷെ ആ കൂടി വന്ന ആൾക്കൂട്ടം അത് വിശ്വസിച്ചില്ല. ഇത് ബീഫാണ്, ആരോട് ചോദിച്ചിട്ടാ ബീഫ് വീട്ടിൽ സൂക്ഷിക്കുന്നതെന്ന് പറഞ്ഞ് വീട്ടുകാരെ ഉപദ്രവിച്ചു. പോകുന്ന പോക്കിൽ മുഹമ്മദ് അഹ്ലാഖിനെ തലക്കടിച്ചു കൊന്നു. ബീഫ് കൈവശം വെച്ചു എന്ന് പറഞ്ഞ് ആളെ കൊല്ലുന്ന നാടായി ഇന്ത്യ മാറിയത് എന്നു മുതൽക്കാണ്. മുഹമ്മദ് ജുനൈദ് എന്ന് പറയുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഉമ്മമാരെ, ഖുർആൻ മനഃപ്പാടമാക്കിയ ഒരു കുട്ടി, ഒരു യത്തീം കുട്ടി. ആ കുട്ടി ഒരു പെരുന്നാളിന്റെ തലേന്ന് ഉമ്മ പറഞ്ഞു, ജുനൈദേ, ഞാൻ എനിക്ക് കുറച്ച് പൈസ തരാം, ഉമ്മാന്റെ കുട്ടി പോയിട്ട് ഒരു കുപ്പായം വാങ്ങണം, ബാക്കി കുപ്പായം വാങ്ങിയിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചിറച്ചി വാങ്ങ്, നാളെ പെരുന്നാളല്ലേ, നിനക്ക് ഞാൻ ബിരിയാണി ഉണ്ടാക്കി തരാം. ജുനൈദ് വരുന്നതും കാത്തു ഉമ്മ കാത്തിരിക്കുക. പക്ഷേ ജുനൈദ് വന്നില്ല. ജുനൈദ് ഉമ്മാന്റെ മുന്നിൽ ജീവനോടെ വന്നില്ല. ജുനൈദ് ഷർട്ട് വാങ്ങി, ഡൽഹിയുടെ തെരുവിൽ നിന്ന് ഷർട്ട് വാങ്ങി, കുറച്ച് മാംസവും വാങ്ങി വീട്ടിലേക്ക് വരുന്നത് വഴി ജുനൈദിന്റെ കയ്യിലുണ്ടായിരുന്നത് ബീഫാണ് എന്ന് പറഞ്ഞ് ഒരു തെരുവുനായെ തല്ലിക്കൊല്ലുന്നത് പോലെ ആ യത്തീം കുട്ടിയെ തല്ലിക്കൊന്നു. ഇന്ത്യയുടെ മണ്ണിലിട്ട് 3 കഷ്ണം വെള്ളത്തുണിയിൽ പൊതിഞ്ഞിട്ട ആ ഉമ്മാന്റെ മുന്നിലേക്ക് ജുനൈദ് എത്തിയത്. എന്റെ കുട്ടി ഇപ്പൊ വരുമെന്ന് പറഞ്ഞ് കാത്തിരുന്ന ജുനൈദിന്റെ ഉമ്മാന്റെ മുന്നിൽ മയ്യത്തായിട്ട് ജുനൈദ് വന്നു. എന്നാ ബീഫിന്റെ പേരും പറഞ്ഞ ആളെ കൊല്ലുന്ന നാടായി ഇന്ത്യ മാറിയത്. ഇതൊക്കെ വന്നത് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ശേഷമാണ്. അതുകൊണ്ടാണ് രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ, മതേതരത്വത്തിന്റെ, സൗഹാർദ്ദത്തിന്റെ മുന്നോട്ട് പോക്കിൽ ഞങ്ങൾക്ക് UDF ആശങ്കയുണ്ട് എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, മതേതര ഇന്ത്യയുടെ കാവൽമാലാക ശ്രീമാൻ രാഹുൽ ഗാന്ധി കഴിഞ്ഞ കുറെ മാസങ്ങളായി ഒരു വലിയ റിസർച്ചിലാണ്, ഒരു വലിയ ഗവേഷണത്തിലാണ്. രാജ്യത്ത് എങ്ങനെയാണ് BJP അധികാരത്തിലെന്നോ അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കൃത്യമായി അദ്ദേഹം മാധ്യമങ്ങളെ മുൻനിർത്തി PPT പ്രസന്റേഷൻ ഒക്കെ നടത്തി രാജ്യത്തിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകളെ ചൂണ്ടിക്കാണിക്കുന്നു. ആദ്യം കർണാടകയിൽ, പിന്നീട് മഹാരാഷ്ട്രയിൽ, അവസാനം ഹരിയാനയിൽ 25 ലക്ഷം വോട്ട് കള്ളവോട്ട് ചെയ്തതിന്റെ തെളിവ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുറന്നു കാണിച്ചിട്ട് രാജ്യം ഭരിക്കുന്ന സർക്കാർ ഇതിനെതിരെ അതൊന്നും പറഞ്ഞിട്ടില്ല, അതിനെ എതിർത്തിട്ടില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മൗനമാണ്. ഇങ്ങനെ രാജ്യത്തിന്റെ വോട്ടെടുപ്പിൽ ആശങ്കപ്പെടുന്ന കാലം, സ്വാതന്ത്ര്യങ്ങളിലും അവകാശങ്ങളിലും കടന്നു കയറിയ കാലം, ഭരണകൂടത്തെ വിമർശിക്കുന്നവർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന കാലം, മോദി സർക്കാരിനെതിരെ എന്തെങ്കിലും എഴുതിയാൽ അവരെ ജയിലിലടക്കുന്ന കാലം, ഇങ്ങനെ വല്ലാതെ ജനാധിപത്യം കൊല ചെയ്യപ്പെടുന്ന കാലത്താ നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത്. എന്റെ വോട്ടല്ലേ, അതിപ്പോ ഞാൻ വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് കരുതുന്നവരെ, അങ്ങനെയല്ല. ഇത് നമുക്ക് കിട്ടുന്ന സുന്ദരമായ അവസരമാ. നിങ്ങൾ UDFന്റെ കോണിയുടെ ചിഹ്നത്തിന്റെ നേരെ വോട്ട് കുത്തുമ്പോ അത് നരേന്ദ്രമോദിക്കെതിരായ വിധിയെഴുത്താണ്, അത് കേന്ദ്ര സർക്കാരിനെതിരായ വിധിയെഴുത്താണ്. ഈ സംസ്ഥാനമോ, ഞാൻ ചുരുക്കുകയാണ്, സംസ്ഥാനം കഴിഞ്ഞ 9.5 വർഷക്കാലം കേരളം ഭരിക്കുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലെ CPM ഭരണസമിതിയാണ്. CPMന്റെ LDFന്റെ ഗവൺമെന്റാണ്. എടുത്തു പറയാൻ ഒരു വികസനമില്ല, നല്ലൊരു റോഡില്ല,
പാലങ്ങളെ കുറിച്ച് അവർക്ക് പറയാനില്ല. ഒരു പുതിയ എയർപോർട്ട് കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ കേരളത്തിൽ വന്നിട്ടില്ല. എന്തിന് എയർപോർട്ട്, എന്തിന് മെട്രോ, എന്തിന് തുറമുഖങ്ങൾ? ഇതൊന്നുമല്ല. ഒരു സ്കൂൾ പോലും വന്നിട്ടില്ല. സ്കൂളില്ല, കോളേജില്ല, സർവകലാശാലകളില്ല. 10ാം ക്ലാസ്സിൽ പഠിച്ച് ബുദ്ധിമുട്ടി പഠിച്ച് പാവപ്പെട്ട കുട്ടികളോ ഫുൾ A+ നേടിയിട്ട് ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട കോഴ്സ് തിരഞ്ഞെടുക്കാൻ, +1 ഇഷ്ടപ്പെട്ട കോഴ്സോ സ്കൂളോ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത കോലത്തിലേക്ക് +1 സീറ്റ് പ്രതിസന്ധി കഴിഞ്ഞ 9.5 വർഷത്തിനിടയിൽ നമ്മൾ കണ്ടു. എത്ര സമരങ്ങൾ ഞങ്ങളെ പോലെ MSFും KSU ഒക്കെ നടത്തി. പക്ഷേ ഒരു സീറ്റ് സ്ഥിരം ബാച്ച് അനുവദിക്കാൻ ഈ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. പ്രിയമുള്ളവരെ, നേരത്തെ അധ്യക്ഷ ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 9.5 വർഷത്തിനിടയിലുള്ള ഇവരുടെ ഭരണ നേട്ടം എന്താണ്? നാഴികക്ക് 40 നേരം കറണ്ട് ബില്ല് കൂട്ടുക. നിങ്ങൾ നോക്ക്, 2016 കറണ്ട് ബില്ലും 2025 കറണ്ട് ബില്ലും. കറണ്ട് ബില്ല് കൂട്ടിയ സർക്കാരിനാണോ നമ്മൾ വോട്ട് കൊടുക്കേണ്ടത്? വെള്ളക്കരം കൂട്ടിയ സർക്കാരിനാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? നികുതി കൂട്ടിയ സർക്കാരിനാണോ നമ്മൾ വോട്ട് ചെയ്യേണ്ടത്? എന്തിനേറെ എല്ലാ ഫീസുകളിലും വില വർധനവ്, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളിലും വില വർധനവ്, പെട്രോളിന്റെ, ഡീസലിന്റെ, പാചകവാതകത്തിന്റെ സകല കാര്യങ്ങളിലും വില വർധനവ്. ഇങ്ങനെ വിലക്കയറ്റത്തിൽ ഈ നാടിനെ പൊറുതിമുട്ടിച്ച സർക്കാരിനെയാണോ വീണ്ടും നമ്മൾ തെരഞ്ഞെടുത്തയക്കേണ്ടത്? പിന്നെയോ, നമ്മളുടെ മേളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു വലിയ വിപത്തുണ്ടായിരുന്നല്ലോ, നമുക്ക് ടെൻഷൻ പിടിച്ചൊരു സംഗതി. കഴിഞ്ഞ 2 ആഴ്ച വരെ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിച്ചത് SIRന്റെ പേരിലല്ലേ? തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഫോമുകൾ നമ്മുടെ നാടുകളിലേക്ക്, വീടുകളിലേക്ക് BLOമാരെത്തിച്ചു. അത് പൂരിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊരു ടെൻഷനാണ്. അത് പൂരിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിലെ ആശങ്ക, നമ്മൾ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുമോ എന്നാണ്, നമ്മുടെ പൗരത്വം നഷ്ടമാകുമോ എന്നാണ്. ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിലെ ആശങ്ക. ഈ ആശങ്കക്ക് കാരണമുണ്ട്. ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലായത് ബീഹാറിലാണ്. 65 ലക്ഷം വോട്ടർമാരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയത്. 1 അല്ല, 2 അല്ല, 3 അല്ല, 5 അല്ല, 10 അല്ല, 50 അല്ല, 65 ലക്ഷം പേർ. 65 ലക്ഷം പേരാ ഒറ്റയടിക്ക് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ വോട്ടർ ലിസ്റ്റിൽ നിന്ന് പുറത്തായത്. സമാനമായ രീതിയിൽ കേരളത്തിൽ ഈ പരിശോധന വരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ എല്ലാവരും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന സമയത്ത് ധൃതി പിടിച്ച് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ നടപ്പിലാക്കേണ്ടത് നിങ്ങൾ കരുതുന്നുണ്ടോ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇതുണ്ട്? ഇല്ല. നമ്മുടെ തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇല്ല. അതിന് കാരണം എന്തെന്നറിയോ? ഈ പരിഷ്കരണവുമായി തമിഴ്നാട്ടിലേക്ക് അപേക്ഷയുമായി ചെന്നപ്പോ അവിടുത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, നട്ടലുള്ള മുഖ്യമന്ത്രി പറഞ്ഞു, എന്റെ നാട്ടിൽ ഇപ്പൊ ഇത് വേണ്ട എന്ന്. എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞു, എന്റെ നാട്ടിൽ ഇത് ആയിക്കോട്ടെ എന്ന്. ഇതാണ് പറയുന്നത് കേരളത്തിന്റെ സർക്കാരിന്റെ ഇരട്ടത്താപ്പിന്റെ ഒരു ഉദാഹരണം. BJP ഗവൺമെന്റിനോട് സമരസപ്പെടുന്ന സമീപനവുമായി കേരളം ഭരിക്കുന്ന സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഈ വിഷയത്തിൽ മാത്രമല്ല, എണ്ണിയാലൊടുങ്ങാത്ത വിഷയത്തിൽ CPMഉം BJPയും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഫാസിസവും മാക്സിസവും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഏത് രീതിയിൽ നമ്മുടെ നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും PM ശ്രീ എന്ന് പറയുന്ന ഒരു പദ്ധതിയിൽ ഒപ്പിട്ടു. LDFന്റെ മന്ത്രിസഭയിലെ അംഗങ്ങൾ പോലും അറിയാത്ത ഒരു പദ്ധതി. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ കേന്ദ്ര സർക്കാർ സ്കൂളുകൾ നന്നാക്കാൻ ഫണ്ട് തരും എന്ന് സർക്കാർ പറയുന്നു. ഫണ്ട് കിട്ടിയാൽ സന്തോഷം. പക്ഷെ എന്റെ ഉമ്മമാരറിയണേ, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചാൽ നരേന്ദ്രമോദി ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരും. 2020 പാസ്സാക്കിയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർ പറയുന്നത് പഠിപ്പിക്കേണ്ടി വരും. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അങ്ങനെയാണ്. അസാം എന്ന് പറയുന്ന ഒരു സംസ്ഥാനമുണ്ട് ഉമ്മമാരെ. ആ അസാമിലാണ് ആദ്യമായി പൗരത്വ ഭേദഗതി നിയമം രാജ്യത്ത് നടപ്പിലാക്കിയത്. നമ്മളൊക്കെ പേടിച്ച പൗരത്വ നിയമമില്ലേ, ആ നിയമം അസാമിൽ നടപ്പിലാക്കി കഴിഞ്ഞു. പൗരത്വ പട്ടിക പുറത്തിറക്കി കഴിഞ്ഞു. 19 ലക്ഷം ആളുകൾക്ക് പൗരത്വം തെളിയിക്കാൻ അവിടെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ രാജ്യത്തിന്റെ പുതിയ നിയമം അനുസരിച്ച് മുസ്ലിം പൗരത്വം ലഭിക്കുന്നുണ്ട്. മുസ്ലിമാന് മാത്രമാണ് പൗരത്വം കുടിയേറി വന്നവന് ലഭിക്കാത്തത്. പുതിയ നിയമം അനുസരിച്ച് 19 ലക്ഷം പട്ടികയിൽ
15 ലക്ഷം പേർക്കും പൗരത്വം കിട്ടി. 4 ലക്ഷം മുസ്ലിങ്ങളാ, അവർക്ക് പൗരത്വം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആ അസാമിൽ തന്നെയാണ് പലതരത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പാഠപുസ്തകങ്ങൾ പുറത്തിറക്കുന്നത്. ഹെമന്ത് ബിശ്വ ശർമ്മ എന്ന് പറയുന്ന അസാമിന്റെ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് നമ്മൾ നിരന്തരം വർഗീയത കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ അസാമിൽ പലതരത്തിലുള്ള ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള പാഠപുസ്തകങ്ങൾ ഇറങ്ങുന്നു. നമ്മൾ പഠിച്ച പാഠങ്ങളൊന്നും അതിനകത്തില്ല. മുഗള സാമ്രാജ്യത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? സോഷ്യൽ സയൻസിന്റെ ബുക്കുകളിൽ ഡൽഹി സുൽത്താനേറ്റിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ? ബാബറിനെ കുറിച്ച്, ഹുമയൂണിനെ കുറിച്ച്, അക്ബറിനെ കുറിച്ച്, ജഹാംഗീറിനെ കുറിച്ച്, ഷാജഹാനെയും ഔറംഗസീബിനെയും കുറിച്ച്, തുഗ്ലക്മാരെ കുറിച്ച്, ലോഡിമാരെ കുറിച്ച്, സയ്യിദന്മാരെ കുറിച്ച്, ഖൽജിമാരെ കുറിച്ച്, കുതുബുദ്ദീൻ ഐബക്ക് അടക്കമുള്ള അടിമരാജവംശങ്ങളെ കുറിച്ചൊക്കെ ഇന്ത്യയിലെ മധ്യകാല ഇന്ത്യ ചരിത്രത്തിൽ ഭരണം നടത്തിയ മുസ്ലിം ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ലേ പാഠപുസ്തകങ്ങളിൽ? എന്നാൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതെല്ലാം വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, നമ്മുടെ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് നമ്മൾ മലബാർ സമരത്തിന്റെ കാലഘട്ടത്തിൽ മലബാറിലെ വിപ്ലവ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന, ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന ഈ പോരാളിയുടെ പേര് പോലും രക്തസാക്ഷികളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കാലത്ത് ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് നരേന്ദ്രമോദിയുടെ ആശയങ്ങളെ കേരളത്തിന്റെ പാഠപുസ്തകങ്ങളിലും കയറ്റിക്കൊണ്ടുവരാനുള്ള സാഹചര്യം ഒരുക്കുന്നത്. ആ ആശങ്കയാണ് UDF-നുള്ളത്. എന്ത് തിടുക്കമായിരുന്നു കേരള ഗവൺമെന്റിന്, എന്താവശ്യമായിരുന്നു ഈ കരാറിൽ കേരള ഗവൺമെന്റ് ഒപ്പിടേണ്ടത്? ആ സാഹചര്യമാണ് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ അവരോട് ചോദിക്കേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് എന്ന്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് ഇത്, കുട്ടിക്കളിയല്ല. നമ്മുടെ വീടുകളിൽ വന്ന് അവർ കള്ളക്കണ്ണീരൊഴുക്കും. നമ്മുടെ വീടുകളിൽ വന്ന് നുണപ്രചരണങ്ങൾ നടത്തും. നമ്മുടെ വീടുകളിൽ വന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കും. നമ്മുടെ വീടുകളിൽ വന്ന് ഒരു വോട്ട് ചോദിക്കും. 3 വോട്ടുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു വോട്ടെങ്കിലും 2 കോണിക്ക് കൊടുത്തോ എന്ന് പറയും. 3 വോട്ടും കോണിക്ക ചെയ്യേണ്ടത്, 3 വോട്ടും UDF-നാ ചെയ്യേണ്ടത്. കാരണം ഓരോ വോട്ടും ഓരോ പഞ്ചായത്തിലേക്കാണ്, ഓരോ വോട്ടും ഓരോ പഞ്ചായത്തിലേക്കാണ്. നമുക്കൊന്നും കൊടുക്കാനില്ല, നമുക്കൊന്നും മാറ്റിവെക്കാനില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയ ബോധം നമ്മളിൽ ഉണ്ടാകണം. നമ്മളെ പറഞ്ഞു പറ്റിക്കുന്നവർക്കല്ല, നമ്മളെ ചതിക്കുന്നവർക്കല്ല, നമ്മളെ മുന്നിൽ ചിരിച്ചു കാണിക്കുകയും മാറി നിന്നാൽ നമ്മളെ കുറ്റം പറയുകയും ചെയ്യുന്നവർക്കല്ല നമ്മുടെ വോട്ടുള്ളത്. നാടിനെ വിളിപ്പുറത്തുള്ള നമ്മുടെ നാടിന്റെ വിളക്കുമാറമായ നാടിനെന്നും മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണിച്ച UDF-നാകണം. ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പൊ പെൻഷന്റെ പേരും പറഞ്ഞ വീടുകൾ കയറി നടക്കുന്നത്. എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ ഒരു കാര്യം ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പെൻഷൻ എന്ന് പറയുന്ന സംവിധാനം ഈ പിണറായി വിജയന്റെ കാലത്ത് പൊട്ടിമുളച്ചൊരു സാധനമല്ല. വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ പെൻഷൻ സംവിധാനം ഉണ്ട്. 2011 മുതൽ 16 വരെ ശ്രീമാൻ ഉമ്മൻചാണ്ടി കേരളം ഭരിക്കുന്ന കാലത്ത് ഈ പെൻഷൻ സംവിധാനം കേരളത്തിൽ വ്യാപകമായത്. ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ, അന്ന് ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുന്നതിന് മുമ്പ് VS കേരളം മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലത്ത് 65 വയസ്സായിരുന്നു കേരളത്തിന്റെ വാർദ്ധക്യകാല പെൻഷന്റെ പ്രായപരിധി. എന്നാൽ ആ പ്രായപരിധി 60 വയസ്സാക്കി ചുരുക്കിയത് ശ്രീമാൻ ഉമ്മൻചാണ്ടി സാർ കേരളം ഭരിക്കുന്ന കാലത്ത്. എന്തിനാ 65-ൽ നിന്ന് 60 ആക്കിയത്? കൂടുതൽ ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ. ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു വിധവ പെൻഷൻ വ്യാപകമാക്കണം. ഭർത്താവ് മരിച്ച സ്ത്രീകളെയാണ് വിധവ എന്ന് പറയാ. എന്നാൽ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു ഭർത്താവ് മരിച്ച സ്ത്രീകളെ മാത്രമല്ല വിധവ എന്ന് പറയേണ്ടത്, ഭർത്താക്കന്മാർ ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകളെയും വിധവകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവർക്കും പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞ് പെൻഷൻ സംവിധാനം വ്യാപകമാക്കിയ സർക്കാർ അത് ഉമ്മൻചാണ്ടി സാറിന്റെ കാലമാണ്. ഈ കേരളക്കരയിൽ കോക്ലിയർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പറേഷൻ ഉണ്ട്. ശ്രുതി തരംഗം എന്ന് പറയുന്ന പദ്ധതിയിലൂടെ കേൾവിയില്ലാത്ത പാവപ്പെട്ട കുട്ടികൾക്ക് സൗജന്യമായി ഓപ്പറേഷൻ ചെയ്ത് അവർക്ക് കേൾവിയുടെ ലോകം തുറന്നു കൊടുത്ത ഒരു സർക്കാരുണ്ട്. അന്ന് ആ സർക്കാരിന്റെ പേര് ഉമ്മൻചാണ്ടി സർക്കാർ എന്നാണ്, UDF സർക്കാർ എന്നാണ്. കാരുണ്യ എന്ന് പറയുന്ന ഒരു ലോട്ടറി വെച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം പാവപ്പെട്ട കിഡ്നി രോഗികൾക്ക്, ക്യാൻസർ രോഗികൾക്ക്, ഹൃദയ രോഗികൾക്ക് ചികിത്സാ ധനസഹായമായി നൽകിയിരുന്ന
കാരുണ്യ ബെനവലന്റ് സ്കീം എന്ന് പറയുന്ന പദ്ധതി കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റാണ്, UDFന്റെ ഗവൺമെന്റ്. ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത വികസനം. കൊച്ചിയിൽ മെട്രോ, വിഴിഞ്ഞത്ത് തുറമുഖം, കണ്ണൂരിൽ വിമാനത്താവളം, 140 നിയോജക മണ്ഡലങ്ങളിൽ ഗവൺമെന്റ് കോളേജ്, 14 ജില്ലകളിൽ മെഡിക്കൽ കോളേജ്, എണ്ണിയാൽ ഒടുങ്ങാത്ത ഇത്തരത്തിലുള്ള വികസന പദ്ധതികൾ നടപ്പിലാക്കിയ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ്, UDFന്റെ ഗവൺമെന്റ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പ്. നമ്മൾ നിർത്തിയിട്ടുള്ള ഇവിടുത്തെ സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം ജമീലത്ത ഇമിലുത്ത, നമ്മളുടെ സാരഥി, നമുക്ക് വേണ്ടി കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള സ്ഥാനാർത്ഥിയാണ്, കഴിവുറ്റ സ്ഥാനാർത്ഥിയാണ്. സ്ഥാനാർത്ഥിയുടെ മികവ് നിങ്ങൾ ചർച്ച ചെയ്യണം. ആ സ്ഥാനാർത്ഥി നിർത്തിയ മുന്നണി എന്ന് പറയുന്നത് നിസാര മുന്നണിയല്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമാണ്, UDF ആണ്. പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളും രാഹുൽ ഗാന്ധിയും നേതൃത്വം കൊടുക്കുന്ന മുന്നണിയാണ്. നമ്മൾ അയ്യപ്പന്റെ സ്വർണം കട്ടവരല്ല, നമ്മൾ അയ്യപ്പന്റെ ശബരിമലയിലെ സ്വർണം കട്ട പാർട്ടിയല്ല UDF എന്ന് പറയുന്നത്. നാടിനകത്ത് വിദ്യാലയങ്ങൾ തുടങ്ങിയ മുന്നണിയാണ്, നാട്ടിൽ റോഡുകൾ റബ്ബറൈസ് ചെയ്ത മുന്നണിയാണ്, നാട്ടിൽ ആരോഗ്യ കേന്ദ്രങ്ങൾ കൊണ്ടുവന്ന മുന്നണിയാണ്, നാടിൽ കോളേജുകളും സർവകലാശാലകളും കൊണ്ടുവന്ന മുന്നണിയാണ്, അംഗനവാടികൾ ഹൈടെക് ആക്കിയ മുന്നണിയാണ്. നമ്മുടെ മുന്നണി എന്ന് പറയുന്നത് നാട്ടിലേക്ക് ക്ഷേമ പ്രവർത്തനങ്ങൾ എത്തിച്ച മുന്നണിയാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരെ, നിങ്ങളുടെ 3 തെരഞ്ഞെടുപ്പ്, നിങ്ങളുടെ 3 വോട്ടും വിലമതിക്കാനാകാത്ത വോട്ടവകാശം ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് നൽകണം. പ്രിയപ്പെട്ട ജമീലത്തൊക്കെ, പ്രവീണ ഹബീബിന്, അതുപോലെ തന്നെ സാജിദ് ടീച്ചർക്ക്, 3 പേർക്കും കോടി അടയാളത്തിൽ നിങ്ങളുടെ വിലമതിക്കാനാകാത്ത വോട്ടവകാശം നൽകി അവരെ ബഹുഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി. ജയ് ഹിന്ദ്, ജയ് UDF.